കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മനുഷ്യജീവിതം സ്വയം അടച്ചുപൂട്ടി ജീവിക്കാനുള്ളതല്ല മാർപ്പാപ്പ. നൈജീരിയയിൽ ദേവാലയം അഗ്നിക്കിരയാക്കി. 12ാം പിയൂസ് പാപ്പയുടെ 150ാമത് ജന്മവാർഷികം ആഘോഷിച്ചു. മാർപ്പാപ്പ പങ്കെടുത്ത നോമ്പുകാല ധ്യാനം സമാപിച്ചു. വേളാങ്കണ്ണിക്ക് പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. വാർത്തകൾ വിശദമായി. മനുഷ്യജീവിതം സ്വയം അടച്ചുപൂട്ടി ജീവിക്കാനുള്ളതല്ല മാർപ്പാപ്പ. മനുഷ്യജീവിതം സ്വയം അടച്ചുപൂട്ടി ജീവിക്കാനുള്ളതല്ലെന്നും ദൈവവുമായുള്ള സജീവമായ ബന്ധത്തിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും ലിയോ 14 പാപ്പ റോമിൽ എത്തിച്ചേർന്ന സെമിനാരി വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. സ്പെയിനിലെ രൂപതകളിൽ നിന്നാണ് സെമിനാരി വിദ്യാർത്ഥികൾ എത്തിയത്. ദൈവത്തെ വാക്കുകളാൽ അല്ല, ജീവിതത്തിന്റെ ആഴങ്ങളിൽ അനുഭവിക്കണമെന്നും അല്ലാത്ത പക്ഷം ദൈവിക കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നത് ഏറെ അപകടകരമാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. അയോഗ്യരായിരുന്നിട്ടും നമ്മെ തിരഞ്ഞെടുത്ത ദൈവവുമായുള്ള അഗാധമായ ബന്ധത്തിൽ ജീവിക്കുവാനും പാപ്പ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. ദൈവവുമായി ആഴത്തിൽ വേരൂന്നി ജീവിക്കുക, അല്ലാത്ത പക്ഷം വചനം പറയുന്നത് പോലെ നാം ഉണങ്ങിപ്പോകും. എല്ലാ പൗരോഹിത്യ രൂപീകരണത്തിന്റെയും അടിസ്ഥാനം ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നതാണ്. കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനം കൈക്കൊണ്ടതിൽ സെമിനാരി വിദ്യാർത്ഥികൾക്ക് സഭയുടെ നാമത്തിൽ പാപ്പ നന്ദി അർപ്പിക്കുകയും ചെയ്തു. നൈജീരിയയിൽ ദേവാലയം അഗ്നിക്കിരയാക്കി. നൈജീരിയയിൽ പരിശുദ്ധ ദേവമാതാവിന്റെ നാമത്തിലുള്ള കത്തോലിക്ക ദേവാലയം അക്രമികൾ അഗ്നിക്കിരയാക്കി. തെക്കുകിഴക്കൻ നൈജീരിയയിലെ ക്രോസ് റിവർ സ്റ്റേറ്റിന്റെ വടക്കു ഭാഗത്തിലുള്ള ബോക്കിയയിലെ കാച്ചുവൻ ഇർവാനിലുള്ള ദേവാലയമാണ് അഗ്നിക്കിരയാക്കിയത്. ഫെബ്രുവരി 26 പുലർച്ചെ 3 മണിക്കായിരുന്നു സംഭവം. ഇടവക വികാരിയുടെ കാറുകളും അക്രമികൾ അഗ്നിക്കിരയാക്കി. തുടർച്ചയായി ക്രൈസ്തവർക്ക് നേരെ അക്രമങ്ങൾ നടക്കുന്ന രാജ്യമാണ് നൈജീരിയ. 12ാം പിയൂസ് പാപ്പയുടെ 150ാം ജന്മവാർഷികം ആഘോഷിച്ചു. 12ാം പിയൂസ് പാപ്പയുടെ 150ാം ജന്മവാർഷികം ആഘോഷിച്ചു. വല്ലിച്ചെല്ല പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഇടവക ദേവാലയത്തിലായിരുന്നു ആഘോഷങ്ങൾ. കർദിനാൾ ഡൊമിനിക് മമ്പർത്തി അധ്യക്ഷനായിരുന്നു. പിയൂസ് പാപ്പയുടെ ജീവിതത്തെ മുൻനിർത്തി വിവിധ വിഷയങ്ങളിന്മേൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. 1939 മുതൽ 1958 വരെ കത്തോലിക്ക സഭയെ നയിച്ച മാർപ്പാപ്പയായിരുന്നു 12ാം പിയൂസ് പാപ്പ. 2ാം ലോക മഹായുദ്ധകാലത്ത് പിയൂസ് 12ാം പാപ്പയായിരുന്നു മാർപ്പാപ്പയായിരുന്നത്. യഹൂദരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കമ്മ്യൂണിസത്തിനെതിരായ നിലപാടുകളും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങളായിരുന്നു. 1950 മറിയത്തിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് 12ാം പിയൂസ് പാപ്പയായിരുന്നു. മാർപ്പാപ്പ പങ്കെടുത്ത നോമ്പുകാല ധ്യാനം സമാപിച്ചു. ലിയോ 14 പാപ്പയും കൂരിയ അംഗങ്ങളും പങ്കെടുത്ത നോമ്പുകാല ധ്യാനം സമാപിച്ചു. പൗളിൻ ചാപ്പലിൽ നടന്ന ധ്യാനം നയിച്ചത് ട്രാപ്പിസ്റ്റ് സന്യാസ സമൂഹാംഗമായ ബിഷപ്പ് എറിക് വാർഡനായിരുന്നു. ധ്യാന സമാപനത്തിൽ ധ്യാന ഗുരുവിന് മാർപ്പാപ്പ പ്രത്യേകം നന്ദി അറിയിച്ചു. ആഴമേറിയതും ആത്മീയവുമായ അനുഭവമാണ് ധ്യാനം നൽകിയതെന്ന് പാപ്പ പറഞ്ഞു. താൻ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട മെയ് 8-ാം തീയതി ഇതേ ചാപ്പലിൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച കാര്യവും പാപ്പ അനുസ്മരിച്ചു. വേളാങ്കണ്ണിക്ക് പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. വേളാങ്കണ്ണി തീർത്ഥാടകർക്ക് സന്തോഷകരമായ ഒരു വാർത്ത. എറണാകുളത്ത് നിന്ന് ബുധനാഴ്ച രാത്രി 11:50 പുറപ്പെട്ട് വ്യാഴാഴ്ച വൈകുന്നേരം 5:35 വേളാങ്കണ്ണിയിലെത്തുന്ന പുതിയ പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. വ്യാഴാഴ്ച വേളാങ്കണ്ണിയിൽ നിന്ന് രാത്രി 8 പുറപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ 11:55 തിരികെ എറണാകുളത്തെത്തും. സർവീസ് ആരംഭിക്കുന്ന ദിവസത്തിന്റെ കാര്യത്തിൽ തീരുമാനം അറിയിച്ചിട്ടില്ല. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വെള്ളിയാഴ്ച വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.